ഇന്ന് നമുക്ക് നല്ല ഒരു നാടൻ ഉരുളക്കിഴങ്ങ് കറി എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് ഒന്ന് നോക്കാം. ഒരു പാത്രം വെച്ച് നന്നായി ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ല പോലെ ചൂടായി വരുമ്പോഴത്തേക്കും 1/4 ടീസ്പൂണോളം നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് നല്ല പോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ഏലക്കായ, 2 ഗ്രാമ്പു, അതേപോലെ തന്നെ ഒരു ചെറിയ പീസ് കറുകപ്പട്ട, കൂടാൻ പാടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് കറുകല ഉണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ല പോലെ എണ്ണയിലിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നല്ല മസാലയുടെ ഒരു മണമൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള സവോള നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും, അതേപോലെ തന്നെ നമുക്ക് 2 പച്ചമുളക് നമ്മുടെ എരിവനുസരിച്ച് കൂട്ടോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. കൂടുതൽ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, നമുക്ക് ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിൽ നമ്മൾ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ മല്ലിപ്പൊടി മാത്രമാണ് 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടതിന് ശേഷം ഇതിൻ്റെ പച്ച മണം മാറുന്നവരെ നല്ല പോലെ ഇത് നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതായത് ഇതിൽ നമുക്ക് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മൾ അതൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ മസാല നല്ല പോലെ ഒന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഉരുളക്കിഴങ്ങ് ഇതേ വലുപ്പത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ഈ സവാളയുടെ കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ ഇതുവരെ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തതല്ലാതെ നമ്മളിപ്പോൾ വേറെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ 1/2 കപ്പോളം വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പീസസിലൊക്കെ ഒരേപോലെ ഒന്ന് വേവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളം ഒക്കെ വറ്റി വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഒരു പകുതി മുക്കാൽ വേവോളം ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഒരു 1/2 കപ്പോളം നമ്മുടെ തേങ്ങാപ്പാലാണ്. അതായത് കട്ടി കുറഞ്ഞ തേങ്ങാപ്പാലാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് തന്നെ ഈ ഉരുളക്കിഴങ്ങ് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കുക, ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 കപ്പോളം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് നല്ല ലൂസായിട്ടുള്ള ഒരു കറിയാണ് വേണമെങ്കിൽ നല്ല ചൂട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പം നമ്മൾ നല്ല കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് മുകളിലായിട്ട് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല ഇതേപോലെ ഒന്ന് തൂക്കി കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഗരം മസാലയുടെ ഫ്ലേവറിനേക്കാളും ഇഷ്ടം പെരിഞ്ജീരകത്തിൻ്റെ ഫ്ലേവർ ആണെങ്കിൽ അതിൻ്റെ പൊടിയാലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സൂപ്പർ കറിയാണ് കേട്ടോ. നമ്മൾ സാധാരണ കഴിക്കുന്ന ആ കറിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഓക്കെ, താങ്ക്